ഹായ്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു. വലിയ വലിയ ബിസി ഒന്നും അല്ല, എങ്കിലും വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വേർഡെന്ന് പറയുന്നത് തെലുഗു ഒന്നുമല്ല കേട്ടോ. തെലുഗു വേർഡ്സ് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട്. കുറച്ച് പേരൊക്കെ സജഷൻസ് പറയുന്നുണ്ടെങ്കിലും അതിലേക്ക് വരാൻ അങ്ങോട്ട് ആവണില്ല. അപ്പം എന്താ പറയുക, നമ്മുടെ പുതിയൊരു വേർഡെന്ന് പറയുന്നത് മലയാളം വേർഡാണ് കേട്ടോ. ഇപ്പം മലയാളം വേർഡ് ഇത് ഇപ്പം ഞാൻ പറയുന്ന അനുക്കുണ്ണ, പടുക്കുണ്ണ തുടങ്ങിയ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ഒരു പുതിയതായി തോന്നും, പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും തോന്നില്ല അതൊന്നും കേൾക്കുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളം വേർഡാണ് കേട്ടോ. പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കേരള ആണെങ്കിൽ പോലും ഈ വേർഡ് എനിക്ക് പരിചയമില്ലാത്ത ഒരു മലയാളം വേർഡാണ് കേട്ടോ. ആ വേർഡാണ് വളി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേര് ചിരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ പറയുന്ന കേട്ടിട്ട്. ഇതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വളിയുടെ സ്റ്റോറി അല്ല, പക്ഷെ അത് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന സ്റ്റോറിയാണ് ഞാൻ പറയണത്. അത് സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ തന്നെ ഇപ്പം നോർത്തിൽ നിന്ന് സൗത്തിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് ഡിഫറൻസ് ഇല്ലേ വേർഡുകൾ തമ്മിൽ. ഈ വളി എന്ന് പറയുന്ന വേർഡ് വേറെ ചില പ്ലേസസിലൊക്കെ കുശു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവിടെ വന്നിട്ട് എന്താ പറയാ, ഊച്ചി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ വേർഡൊക്കെ ഇപ്പം എന്താ പറയാ, ഇവിടെ ഞങ്ങള് ഇവിടൊക്കെ യൂസ് ചെയ്യുന്നത്, ഐ മീൻ തെലുഗു അല്ല, ഞങ്ങള് മലയാളത്തിലാണെങ്കിൽ കുശു എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. അത് നോർമലി വന്നിട്ട് എനിക്കത് വലിയ ഫീലിംഗ് ഒന്നും വരില്ല. അത് കേൾക്കുമ്പോൾ കുശു കുശുക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മർമറി മെല്ലെ മെല്ലെ ചെവിയിൽ പറയുന്നതല്ലേ, അത് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു തെലുഗു സോങ് ഉണ്ട്, റൈമുണ്ട്, എന്താണ് ഉടുത്ത ഉടുത്ത ഓച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഓച്ച് എന്ന് കേൾക്കുമ്പോഴേക്കും ഈ ഊച്ചിനെയാണ് ഓർമ്മ വരുന്നത്. അതെൻ്റെ മകളുടെ അടുത്ത് പറയുമ്പോൾ അവൾ ഋതിച്ചിരിക്കും, അവൾക്കറിയില്ല, അവൾക്കതൊരു പുതിയ വേർഡാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വളി എന്നുള്ള വേർഡ് എനിക്ക് സത്യമായിട്ട് അറിയാം. ഞങ്ങൾ കോട്ടയത്ത് ഞാൻ കേട്ടിട്ടേ ഇല്ല, യൂസ് ചെയ്തിട്ട് ആരും യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വേർഡ് അറിയേ ഇല്ലായിരുന്നു കേട്ടോ. എപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് എന്താ പറയുക നെറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്ത്. അപ്പോൾ അവിടെ ഒരു 6 മന്ത്സ് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കൂടെ ഹോസ്റ്റലിൽ കുറേ പേരുണ്ടായിരുന്നു. ഇവരെ കോഴിക്കോടുകാരും കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ കുറേ ഡിഫറെൻ്റ് ജില്ലയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കാര്യം എന്താ പറഞ്ഞാൽ, ഇതൊരു തെറിയല്ല, ചീത്ത വേർഡോ ബാഡ് വേർഡോ ഒന്നുമല്ല. എങ്കിൽ പോലും നമ്മൾക്കത് പറയുമ്പോൾ ഒരു നാണം, ഒരു ഷൈ ഒക്കെ ഫീൽ ആവുമല്ലേ. ആക്ച്വലി ഇതൊരു ബാഡ് വേർഡോ ഒന്നുമല്ല, പക്ഷെ നമ്മൾക്ക് ഇങ്ങനത്തെ ചില വേർഡുകൾ എന്തോ യൂസ് ചെയ്ത് ഇപ്പോഴും ഒരു ഭയങ്കര ഷൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തോ പറഞ്ഞോളൂ, കുറച്ച് വേർഡ്സ്, ചീത്ത വേർഡുകൾ കൂടി ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൂവീസിലായാലും വീഡിയോസിലൊക്കെ ആണെങ്കിലും കോമൺ ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ആ വേർഡ്സ് ഒക്കെ ഇപ്പോൾ ഒരു കോമൺ വേർഡ്സ് ആയിപ്പോയി, ബാഡ് വേർഡ്സ് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഈ വലിയുടെ കഥയിലേക്ക് വരാം നമുക്ക് പിന്നെയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു കുറച്ച് പേര്, അവർ കോഴിക്കോടുകാരാണ്. അപ്പോൾ അവർ ഒരു ദിവസം നമ്മൾ തേന്മാവൻ കൊമ്പത്ത് പറയുന്ന മൂവി ഉണ്ടല്ലോ, ആ മൂവി എപ്പോഴും ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളപ്പോൾ എന്താ പറഞ്ഞാൽ, അതിനകത്ത് മോഹൻലാല് ശോഭനൊക്കെ വഴി തെറ്റിയിട്ട് പോകുമല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു അമ്മമ്മ അടുത്ത് നിന്നിട്ട് മോഹൻലാൽ ചോദിക്കില്ലേ, ഇപ്പോൾ ടെക്നിക്ക് വീട് കിട്ടി, എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ലാ ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് ശ്രീഹള്ളിയിലേക്ക് പോകുന്ന വഴി ഏതെന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. എന്താ പറഞ്ഞാൽ വഴി എന്നുള്ളതിന് വളി എന്നുള്ള വേർഡ് അതൊരു വേറൊരു വേർഡ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ചിരിക്കും ആ സീൻസ് ഒക്കെ കാണുമ്പോൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് ചിരിക്കണു, ഈ കോഴിക്കോടുകാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും എന്താ ചിരിക്കാനായിട്ട് അതിനകത്ത് വളി എന്നൊരു വേർഡല്ലേ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ നിനക്കിനി അറിയില്ലേ എൻ്റെ മീനിങ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്നെന്താ ആ വേർഡിന് അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മീനിങ് ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അവിടെ ലാ ചേർത്ത് വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവരോട് ശരിക്കും നിനക്ക് അറിയില്ലെന്ന് ചോദിച്ചു. സത്യം പറയുകയാണ്, അപ്പോൾ ഞാൻ PG കഴിഞ്ഞതായിരുന്നു. PG കഴിഞ്ഞെന്ന് പറയുമ്പോൾ എത്രയാണ് നോർമൽ 22 വയസ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ.
അപ്പോൾ 22, 23 ഉണ്ടാവും. അപ്പോൾ വരെ എനിക്ക് അറിയില്ല ആ വേർഡ്, എനിക്ക് ആ വേർഡ് അറിയില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇല്ല സത്യമായിട്ടും എനിക്ക് അറിയില്ല എന്താ അതിന്റെ മീനിങ് ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു തന്നെ ഒരു ശൈയല്ലേ. എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെ പോലെയല്ല, നമ്മൾ കുറച്ചും കൂടി ഇങ്ങനത്തെ വേർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഷൈ ഫീലിംഗ് ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇവരെന്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ ബാഗിൽ കൂടെ പോണ അതിനെയാണ് ഇങ്ങനെ പറയുന്നത് എന്നവർ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ശരിക്കും അതിനാണ് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും കാലം നമ്മുടെ ചെറുപ്പത്തിൽ ഇറങ്ങിയ മൂവിയാണ്, ഇത്രയും കാലം അപ്പം പൊട്ടൻ ആട്ടം കാണുന്ന മാതിരിയായിരുന്നു. മീനിങ് അറിയാണ്ടിരുന്ന എല്ലാരും ചിരിക്കുന്നത് കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതിനുശേഷം എനിക്ക് ആ സീൻ കാണുമ്പോൾ എനിക്ക് ചിരി വരിക. ഇപ്പൊ അതിന്റെ മീനിങ് അറിയുമല്ലോ. അപ്പോൾ അത്ര നാളും എനിക്ക് അതിന്റെ മീനിങ് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ പറഞ്ഞേ വളിവെടി ചേട്ടാ എന്നൊക്കെ, അതൊക്കെ എനിക്ക് ആ സമയത്തൊന്നും അതിന്റെ കോമഡി എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അത് എന്തോ കോമഡി എല്ലാവരും ചിരിക്കുമ്പോൾ ചിരിക്കണമെന്നല്ലാണ്ട് അതിന്റെ റിയൽ മീനിങ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞില്ല, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെയാണ് ആ വേർഡ് മനസ്സിലാക്കിയത്. ഇപ്പൊ വീഡിയോ കാണുന്നതിലും കുറെ ആൾക്കാർ ഇത് യൂസ് ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഈ വേർഡിന്റെ മീനിങ് അറിയാവുന്ന കുറെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഫണ്ണിയായി തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും മീനിങ് അറിയാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. എനിക്കറിഞ്ഞിട്ട് ഞങ്ങളുടെ കോട്ടയം സൈഡിലേക്ക് ആരും ഈ വേർഡ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഇപ്പോൾ ഉള്ളവർക്കും അത് അറിയാമോ എന്ന് എനിക്കറിയാം. ഇപ്പം മേ ബി അറിയാമായിരിക്കും, ഈ വീഡിയോ വഴി റീൽസ് വഴിയൊക്കെ അറിയുണ്ടാവും. പക്ഷെ മുമ്പിലാണെങ്കിൽ അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി ഇതുപോലെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ.